സുഹൃത്തുക്കളെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വിവാദമായ വിഷയമാണ് RLV രാമകൃഷ്ണൻ എന്ന കലാകാരനെതിരെ സംഘി സത്യഭാമ നടത്തിയിരിക്കുന്ന ആക്ഷേപങ്ങൾ. കറുത്ത നിറമായതുകൊണ്ട് സൗന്ദര്യമില്ല, മോഹിനിയാട്ടത്തിന് പറ്റിയതല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അതിന് അടിസ്ഥാനമായിട്ട് നാട്യശാസ്ത്രത്തിനെ ഉദ്ധരിക്കാനാണ് ശ്രമിച്ചത്. ഏറെക്കുറെ ഇതേ കാലത്ത് തന്നെയാണ് തമിഴ്നാട്ടിൽ TN കൃഷ്ണയ്ക്ക് അവിടെയുള്ള മദ്രാസ് മ്യൂസിക് അക്കാഡമി അവരുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ബഹുമതി നൽകാൻ തീരുമാനിച്ചതിനെതിരെ അവിടെയുള്ള കുറച്ച് കർണാടക സംഗീതജ്ഞർ പ്രതിഷേധിക്കുകയും അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ മ്യൂസിക് അക്കാഡമിയുടെ വാർഷിക പരിപാടികളിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ രണ്ട് സംഭവങ്ങളും കലാരംഗത്ത് ഇന്നും ശക്തമായി നിലനിൽക്കുന്ന, അതിനുമേൽ പിടിമുറുക്കിയിരിക്കുന്ന ബ്രാഹ്മണാധിപത്യത്തിൻ്റെ ബ്രാഹ്മണ്യ മൂല്യങ്ങളുടെ സാന്നിധ്യമാണ് എടുത്തു കാട്ടിയത്. അതിനപ്പുറം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്. സംഘി സത്യഭാമ RLV രാമകൃഷ്ണനെതിരെ ഈ പറയുന്ന ജാതീയമായ പുലഭ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ അവരൊറ്റപ്പെടുകയാണ് ചെയ്തത്. അവരെ പിന്തുണയ്ക്കാനായിട്ട് പ്രത്യക്ഷത്തിൽ ആരും തന്നെ തയ്യാറായില്ല. അവരുടെ പാർട്ടിയായ BJP പോലും അതിന് മുതിർന്നില്ല. മാത്രമല്ല, അവർക്കങ്ങനെ BJP ആയിട്ടൊന്നൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് തടിയൂരാനായിട്ടാണ് ആദ്യം ശ്രമിച്ചത്. ആ നുണ പൊളിഞ്ഞതോടുകൂടി ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനാണ് അവരുടെ അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രൻ ശ്രമിച്ചത്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു തമിഴ്നാട്ടിലെ അന്തരീക്ഷം, അവസ്ഥ. അവിടെ ആദ്യം രണ്ട് പാട്ടുകാരികളാണ് TN കൃഷ്ണയ്ക്ക് ബഹുമതി നൽകുന്നതിൽ പ്രതിഷേധിച്ച് രംഗത്തിറങ്ങിയത്. തുടർന്ന് അവരെ പിന്തുണച്ച് നിരവധി ആൾക്കാർ, പ്രശസ്തരായിട്ടുള്ള പാട്ടുകാർ രംഗത്തിറങ്ങുകയുണ്ടായി. അതൊരു വലിയൊരു വിവാദമായിട്ട് തുടർന്നു കുറേ ദിവസങ്ങളിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ, അവരുടെ മറ്റു മാധ്യമങ്ങളിലൊക്കെ തന്നെ സജീവ ചർച്ചാ വിഷയമായിട്ട് രണ്ട് ചേരികളായി തിരിഞ്ഞ് പരസ്പരം നേരിടുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യത്യാസം കേരളത്തിൽ ഈ പറയുന്ന സംഘി സത്യഭാമ ഒറ്റപ്പെടുകയും മറിച്ച് TN കൃഷ്ണയെ പോലെ പ്രശസ്തനായിട്ടുള്ള വളരെ ഏറെ കഴിവുകളുള്ള ഒരു കർണാടക സംഗീതജ്ഞന് ബഹുമതി നൽകുന്നതിൽ പ്രതിഷേധിച്ച് ചിലർ രംഗത്തിറങ്ങിയപ്പോൾ അവരെ പരസ്യമായി പിന്തുണയ്ക്കാനും അവരുടെ ബഹിഷ്കരണത്തിൽ പങ്കാളികളാകാനും മറ്റു പലരും മുന്നോട്ട് വന്നൊരവസ്ഥ. ഈ വ്യത്യാസത്തിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പ്രത്യക്ഷത്തിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന മലയാളി പ്രബുദ്ധതയുടെ ഒരു തെളിവായിട്ട് വേണമെങ്കിൽ നമുക്കിത് കാണാം. ആ പ്രബുദ്ധമായിട്ടുള്ള ഒരു ബോധം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്, അങ്ങനെ ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് സത്യഭാമയുടെ ഈ പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കാതെ അവരെ ഒറ്റപ്പെടുത്തിയതെന്നും, മറിച്ച് തമിഴ്നാട്ടിൽ അതല്ല അവസ്ഥ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ധരിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല അത് തോന്നിയിട്ടുള്ളത്. നേരെ മറിച്ച് തമിഴ്നാട്ടിൽ ഇന്നും സജീവമായി നിലനിൽക്കുന്ന ബ്രാഹ്മണ്യ വിരുദ്ധതയുടെ, ആശയതലത്തിൽ നിൽക്കുന്ന ബ്രാഹ്മണ്യ വിരുദ്ധതയുടെ സാന്നിധ്യം, അതുകൊണ്ട് തന്നെ അതിനെ ആക്രമിക്കാനായിട്ട് ബ്രാഹ്മണ്യ ശക്തികൾ നിർബന്ധിതമാകുന്നൊരു സാഹചര്യം, അതാണ് അവിടെ പ്രകടമായതെന്ന് എനിക്ക് തോന്നുന്നു. മാവോ മുമ്പ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, ശത്രുവാൽ ആക്രമിക്കപ്പെടുന്നത് ഒരു ചീത്ത കാര്യം, നല്ല കാര്യമാണ്. കാരണം ശത്രുവും നമ്മളും നമ്മളൊരു വര വരച്ചു എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത്. ഒരു കൃത്യമായിട്ടൊരു അതിർവരമ്പുണ്ട്. മറിച്ച്
ശത്രു നമ്മളെ ആക്രമിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് കൊണ്ടോ നമ്മൾ ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ടോ കലാ ആവിഷ്കാരങ്ങൾ കൊണ്ടോ പ്രത്യേകിച്ച് അവർക്കൊരു കോട്ടവും സംഭവിക്കുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. വാസ്തവത്തിൽ കേരളത്തിൽ അതാണ് അവസ്ഥ. കാരണം കേരളത്തിൽ ബ്രാഹ്മണ്യ വിരുദ്ധമായ ശക്തമായൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. നാരായണ ഗുരു, അയ്യങ്കാളി, പൊയ്കയിൽ യോഹന്നാൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ഭടാനന്ദ സ്വാമി, പിന്നെ കേരളത്തിനും തമിഴ്നാട്ടിനും പൊതുവായിട്ട് അവകാശപ്പെടാവുന്ന വൈകുണ്ഠസ്വാമി, അങ്ങനെ ഒരു വലിയൊരു നീണ്ട പരമ്പര തന്നെയുണ്ട്. സഹോദരൻ അയ്യപ്പൻ വരെയൊക്കെ എത്തി നിൽക്കുന്ന നീണ്ടൊരു പരമ്പരയുണ്ട്. ആശയതലത്തിൽ അവർ വിവിധ കോണുകളിൽ നിന്ന് ബ്രാഹ്മണ്യത്തിനെ ആക്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് ഇന്ന് കേരളത്തിൽ ഒരു സജീവ സാന്നിധ്യമല്ല, ഒരു പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമല്ല എന്നുള്ള വസ്തുതയാണ്. ആ വീക്ഷണങ്ങൾ വച്ച് പുലർത്തുന്നവരുണ്ട്, അത് പ്രചരിപ്പിക്കുന്നവരുണ്ട്, അതൊക്കെ ശരി തന്നെയാണെങ്കിലും പൊതുമണ്ഡലത്തിൽ അതല്ല അവസ്ഥ. നാരായണ ഗുരു എന്നൊരു ദൈവമാണ്. നാരായണ ഗുരു മുന്നോട്ട് വെച്ച ബ്രാഹ്മണ്യ വിരുദ്ധ ആശയങ്ങളൊക്കെ തന്നെ എങ്ങോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു അതിൻ്റെ വക്താക്കളായിട്ട് നടക്കുന്ന ആൾക്കാർ. അയ്യങ്കാളിയെ മഹാത്മാവായി കൊട്ടിഘോഷിക്കാനല്ലാതെ, ജ്ഞാനോൽപാദകനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രകീർത്തിക്കാനല്ലാതെ, അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന ബ്രാഹ്മണ്യത്തിനെതിരെ ശക്തമായി ആഞ്ഞടിക്കാനായിട്ടുള്ളൊരു സന്നദ്ധതയല്ല അയ്യങ്കാളിയുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ നടത്തുന്നത്. പൊയ്കയിൽ യോഹന്നാൻ്റെ ജാതി വിരുദ്ധമായിട്ടുള്ള, ബ്രാഹ്മണ്യ വിരുദ്ധമായിട്ടുള്ള ശക്തമായ ഗീതങ്ങളുള്ളപ്പോൾ തന്നെ അതൊക്കെ വളരെ സുന്ദരമായ രീതിയിൽ സംഗീതമെല്ലാം നൽകി കാസറ്റാക്കി പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും ആ വ്യക്തിയെ ഒരു ദേവനാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ബ്രാഹ്മണ്യ വിരുദ്ധ പൈതൃകത്തെ അതിൻ്റെ ശക്തമായൊരു തുടർച്ച നിലനിർത്തിക്കൊണ്ട് ആശയതലത്തിൽ ഇന്നും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ദിശയിലല്ല കാര്യങ്ങൾ നിലനിൽക്കുന്നത്, കൊണ്ടുപോകുന്നത്. നേരെ മറിച്ച് അതിൻ്റെ ആ വശം, പോരാടുന്ന ആ വശം ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് ബിംബങ്ങളായിട്ട് ഇവരെ പ്രകീർത്തിച്ച് സ്ഥാപിക്കാൻ മാത്രം, അതിനെ പൂജിക്കാനും മറ്റുമൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ അതല്ല അവസ്ഥ. പെരിയാറുടെ ആശയങ്ങൾ ഇന്നും തമിഴ് പൊതുസമൂഹത്തിൽ സജീവ സാന്നിധ്യമാണ്. തീർച്ചയായിട്ടും DMKയും AIDMKയും ഒക്കെ തന്നെ അതിൽ നിന്നൊക്കെ വളരെ അകന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ DMK ബ്രാഹ്മണ്യ വിരുദ്ധ നിലപാടൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും രാഷ്ട്രീയമായിട്ടുള്ള ചില അടിയന്തര ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ്. അതായത് കേന്ദ്ര തലത്തിലുള്ള സംഘികളുടെ BJPയുടെ കേന്ദ്ര ഭരണത്തിനെതിരെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം അവസരവാദപരമായിട്ടാണ് അവരത് ചെയ്യുന്നത്. അല്ലാതെ അതിനോട് യാതൊരു ആത്മാർത്ഥതയുമില്ല. കാരണം തമിഴ് സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടുത്ത ജാതീയമായിട്ടുള്ള അക്രമങ്ങൾക്ക് നിലപാടെടുക്കാനായിട്ടോ അതിനെതിരെ ഒരു പൊതുബോധം അവരുടെ അണികളിലും ജനങ്ങൾക്കിടയിലും സൃഷ്ടിക്കാനായിട്ട് അവർ മുൻകൈ എടുത്തിട്ടില്ല, ഒരിക്കലും മുൻകൈ എടുത്തിട്ടില്ല. കുറേയധികം കാലമായിട്ട് അതൊക്കെ അട്ടത്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ തമിഴ് പൊതുബോധത്തിൽ പെരിയാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. ആ ഒരു ദ്രാവിഡ ബോധം, ജാതി വിരുദ്ധമായ, ബ്രാഹ്മണ്യ വിരുദ്ധമായ ഒരു ദ്രാവിഡ ബോധം പെരിയാർ എന്താണോ നൽകിയത് അതിൻ്റെ ഒരു തുടർച്ച, ശക്തമായ സാന്നിധ്യം നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് TN കൃഷ്ണയ്യനിലൂടെ നമ്മൾ കേൾക്കുന്നത്, പാട്ടായിട്ടും മറ്റുമൊക്കെ ആയിട്ട്. ആ പാരമ്പര്യത്തിനെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുകൊണ്ട്, അതിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചത് കൊണ്ടാണ് TN കൃഷ്ണ ജനങ്ങൾക്ക് ആരാധ്യനാകുന്നതും ബ്രാഹ്മണ്യ ശക്തികൾക്ക്, സവർണ ശക്തികൾക്ക് കടുത്ത ശത്രുവുമാകുന്നതും. അതുകൊണ്ട് തന്നെ അവർക്ക് ആക്രമിച്ചേ പറ്റൂ. TN കൃഷ്ണയെ പോലുള്ള ഒരാൾക്ക് അവിടെ മദ്രാസ് മ്യൂസിക് അക്കാഡമി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ബ്രാഹ്മണ്യത്തിൻ്റെ വലിയൊരു കോട്ട തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോട്ടയിൽ ബ്രാഹ്മണ്യത്തിനെ പല രീതികളിലും, സംഗീതത്തിനുൾപ്പെടെ, മേഖലയിൽ ഉൾപ്പെടെ കടന്നാക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിക്ക് ബഹുമതി നൽകുക എന്ന് പറയുമ്പോൾ അവരുടെ പൊള്ളത്തരം തുറന്നു കാട്ടിയൊരു വ്യക്തി കൂടിയാണത്. TN കൃഷ്ണയുടെ പ്രസിദ്ധമായൊരു പുസ്തകം മൃദംഗ നിർമ്മാണത്തെക്കുറിച്ചാണ്. അത് നിർമ്മിക്കുന്നവർ ജാതീയമായി അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അത് നിർമ്മിക്കുന്നതാകട്ടെ മൃഗങ്ങളുടെ തോല് വച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും അതിനെ വാദ്യോപകരണമായി സ്വീകരിക്കാനും
അതിൽ കൊട്ടാനും മറ്റുമൊക്കെ ആയിട്ട് ബ്രാഹ്മണ്യ ശക്തികൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ള അതിൻ്റെ ഒരു ഇരട്ടത്താപ്പാണ് അദ്ദേഹം തുറന്നു കാട്ടിയത് പുസ്തകത്തിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ആദരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ബ്രാഹ്മണ്യ ശക്തികൾക്ക് സഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. അവരവരുടെ സകല ശക്തിയും ഉപയോഗിച്ച് അവർ ആക്രമിക്കും. അതാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ അവിടെ ആ ബ്രാഹ്മണ്യ വിരുദ്ധത, പെരിയാറിൻ്റെ ബ്രാഹ്മണ്യ വിരുദ്ധത അതിൻ്റെ അതേ സ്വഭാവത്തിലൊരു ശക്തമായ സാന്നിധ്യമായി ഇന്നും പൊതുബോധത്തിൽ തുടരുന്ന വസ്തുതയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ആകട്ടെ അത് അപ്രത്യക്ഷമായിരിക്കുന്നു. വെറും ബിംബങ്ങൾ മാത്രമാണ് നിൽക്കുന്നത്. എങ്കിലും അതിനിടയിലൂടെ ഇതിൻ്റെ കാതലായ കാര്യങ്ങളിലേക്ക് സംഘി സത്യഭാമയെ ഒറ്റപ്പെടുത്തുകയോ അവരെ വിമർശിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ ഒതുക്കാതെ നാട്യശാസ്ത്രത്തെ തന്നെ ബ്രാഹ്മണ്യവിരുദ്ധമായ നിലപാടിൽ നിന്ന് വിശകലനം ചെയ്യാനും അതിനെ തുറന്നു കാട്ടാനും ചില ബുദ്ധിജീവികൾ, ദളിത് ബുദ്ധിജീവികൾ മുൻകൈ എടുത്തിട്ടുണ്ട്. വളരെയേറെ പ്രശംസനീയമായൊരു നടപടിയായിരുന്നു അത്. അതിൻ്റെ ലിങ്കുകൾ ഡോക്ടർ AK വാസുവിൻ്റെയും ഡോക്ടർ TS ശ്യാംപ്രകാശിൻ്റെയും അത്തരം അഭിപ്രായ പ്രകടനങ്ങളും ലേഖനങ്ങളും കുറിപ്പുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ ഇതിൻ്റെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വായിക്കേണ്ടത് തന്നെയാണ്. കാരണം സൈദ്ധാന്തിക തലത്തിൽ തന്നെ ഈ നാട്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരർത്ഥത്തിലും ഒരു മാനദണ്ഡമായി സ്വീകരിക്കാൻ കഴിയില്ല. അത് ബ്രാഹ്മണ്യത്തിൻ്റെ അടിമുടി ബ്രാഹ്മണ്യത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് തന്നെ അതിനെ സമീപിക്കേണ്ടതുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ അത്യാവശ്യവും വളരെ ശരിയുമായൊരു കാര്യമാണ്. കാരണം നമ്മളുടെ ഇവിടുത്തെ ക്ലാസിക്കൽ കലകളുടെ ഒരു ചട്ടക്കൂട്, ഒരു ദിശ നൽകുന്നത് ഇപ്പോഴും ഇത്തരത്തിലുള്ള ബ്രാഹ്മണ്യ കൃതികൾ തന്നെയാണ്. അതിൽ മൂല്യവത്തായിട്ടുള്ള ചിലതൊക്കെ ഉണ്ടായിരുന്നു വരും തീർച്ചയായിട്ടും. പക്ഷേ അതിനെ വ്യത്യസ്തമായൊരു നിലപാടിൽ നിന്നുകൊണ്ട്, ജാതിവിരുദ്ധമായ ബ്രാഹ്മണ്യവിരുദ്ധമായൊരു നിലപാടിൽ നിന്നുകൊണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ തൊഴിലാളി വർഗ നിലപാടിൽ നിന്നുകൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് മാത്രമാണ് അതിൽ മൂല്യവത്തായിട്ടുള്ള അംശങ്ങളെ നമുക്ക് ഇന്നത്തെ കാലത്തിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആവിഷ്കരിക്കാനും പ്രയോഗിക്കാനും കഴിയുള്ളൂ. മറിച്ച് അതിനെ അതേപടി വിഴുങ്ങുക, സ്വീകരിക്കുക എന്ന് പറയുന്നത് ആ ബ്രാഹ്മണ്യത്തിൻ്റെ ചട്ടക്കൂടിൽ തന്നെ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതാണ്. അത് ഈ ലേഖനങ്ങൾ തുറന്നു കാട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വായിക്കേണ്ടത്. ഏതാണ്ട് 6 മാസത്തോളം ആയി നടന്നുകൊണ്ടിരിക്കുന്ന ഗസ യുദ്ധത്തിൽ അവസാനം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി ഒരു വെടിനിർത്തലിന് ആവശ്യപ്പെടുന്ന പ്രമേയത്തിന് അംഗീകാരം കൊടുത്തിരിക്കുന്നു. ഇതിനു മുമ്പും പല പ്രമേയങ്ങൾ വന്നിരുന്നു. പല പ്രാവശ്യം അത് അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ വീറ്റോ ചെയ്തു. പിന്നീട് അമേരിക്ക ഒരു അവ്യക്തമായ രീതിയിലൊരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ റഷ്യയും ചൈനയും അത് വീറ്റോ ചെയ്തു. മറ്റു ചില രാജ്യങ്ങളും അതിനെ എതിർത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അവസാനം സുരക്ഷാ സമിതിയിലെ എല്ലാ അംഗങ്ങളും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അമേരിക്ക വോട്ടിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പ്രമേയം ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. പക്ഷേ ഈ പ്രമേയം പാസ്സായ ഉടനെ തന്നെ അമേരിക്കൻ പ്രതിനിധി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. അത് നിർബന്ധമായും ബാധകമായ പ്രമേയമൊന്നുമല്ല. സാധാരണ ഇതിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അംഗീകരിക്കുന്നൊരു പ്രമേയം സാർവദേശീയ നിയമമാണ്, അന്താരാഷ്ട്ര നിയമത്തിൻ്റെ സ്ഥാനമാണ് അതിന് കൊടുക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ അമേരിക്ക പറയുന്ന അങ്ങനെയൊന്നുമല്ല, ഒരു പ്രമേയം അത്ര തന്നെ, അതിൽ കൂടുതലൊന്നുമില്ല, ഒരു നിർദ്ദേശം. അത് വേണോ വേണ്ടെന്നൊക്കെ ഇസ്രായേൽ തീരുമാനിക്കട്ടെ. വ്യക്തമായിട്ടും അമേരിക്കയ്ക്ക് അകത്ത് ഈ വർഷാവസാനം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിൽ ബൈഡൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സാമൂഹ്യ അടിത്തറയിൽ, പ്രത്യേകിച്ചും യുവജനങ്ങൾക്കിടയിൽ ശക്തമായ എതിരഭിപ്രായം ബൈഡൻ്റെ ഫലസ്തീൻ നയത്തോടും ഇസ്രായേലിൽ എടുക്കുന്ന സമീപനത്തിനോടും ഗസ യുദ്ധത്തിൽ എടുക്കുന്ന സമീപനം എന്നീ കാര്യം ശക്തമായൊരു എതിർപ്പ് ഉയർന്നു വന്നിട്ടുണ്ട്. അത് വോട്ടിൽ തന്നെ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ പ്രാഥമികമായി നടക്കുന്ന ചില വോട്ടിൽ ബൈഡനെ അനുകൂലിക്കുന്നവർക്ക് ഏറെക്കുറെ തുല്യമായ വോട്ടുകൾ വിട്ടുനിൽക്കുന്നവർക്ക് കിട്ടിയെന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആഭ്യന്തരമായിട്ടുള്ള സ്ഥിതിവിശേഷം കണക്കിലെടുത്തുകൊണ്ട് അതിന് സമാധാനപ്പെടുത്താനായിട്ട് ഞങ്ങളിതാ വെടിനിർത്തലിന് ആവശ്യപ്പെട്ടിരിക്കുന്നു, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം മാത്രമാണ് അമേരിക്കയുടെ ഈ
വീറ്റോ ചെയ്യാതെയുള്ള സമീപനം, വിട്ടുനിന്നിട്ടുള്ള സമീപനം എന്ന് വേണം വിലയിരുത്താനായിട്ട്. അല്ലാതെ അതിൽ കാര്യഗൗരവമായിട്ടുള്ള കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ അതിൻ്റെ ഭീകരമായിട്ടുള്ള ആക്രമണം, നരഹത്യ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികൾക്കകത്ത് കയറി ആക്രമിക്കാനും രോഗികളെ വെടിവെച്ച് കൊല്ലാനും, അങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന ആൾക്കാരെ ബുൾഡോസർ വെച്ചിട്ട് മണ്ണ് മാന്തി അതിലേക്ക് തള്ളിയിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ മറവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അങ്ങേയറ്റം എന്താ പറയുക, മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു തരത്തിലും ഈ പറയുന്ന യുദ്ധനിയമങ്ങൾ പോട്ടെ ഒരു നിയമത്തിനും ഒന്നും പാലിക്കാതെയുള്ളൊരു സമീപനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു സ്ഥിതിവിശേഷമുള്ളത്, ഗസയിലേക്കുള്ള പ്രാഥമിക വസ്തുക്കളുടെ, ഭക്ഷ്യധാന്യങ്ങളുടെയും മരുന്ന് ഇത്യാദി കാര്യങ്ങളുടെയൊക്കെ തന്നെ കടത്ത് കർക്കശമായി നിയന്ത്രിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സയനിസ്റ്റുകൾ. ഗസയിലേക്കുള്ള ഈജിപ്തിൽ നിന്നും ജോർഡാനിൽ നിന്നുമുള്ള അതിർത്തി കടത്തിൻ്റെ പ്രദേശങ്ങളിലൊക്കെ തന്നെ നീണ്ട നിര ട്രക്കുകളാണ് കെട്ടിക്കിടക്കുന്നത്. ഇത്തരം വസ്തുക്കളൊക്കെ കൊണ്ട് അങ്ങോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ട്രക്കുകൾ കടത്തി വിടുന്നില്ല അവർ. അതുമൂലം ഉണ്ടാകുന്ന കടുത്ത പട്ടിണിയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്ന വാർത്തകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഗസയിലെ ജനങ്ങളെ പരിഹസിക്കുന്ന രീതിയിൽ ചില പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള ചില പാശ്ചാത്യ രാജ്യങ്ങൾ, സാമ്രാജ്യത്വ രാജ്യങ്ങൾ വിമാനം വഴി ഭക്ഷ്യധാന്യങ്ങളും മറ്റുമൊക്കെ തന്നെ പാരച്ചൂട്ട് വെച്ച് വിതരണം ചെയ്യുന്നു, ഞങ്ങളിതാ മനുഷ്യത്വപൂർണ്ണമായ സമീപനം സ്വീകരിക്കുന്നത് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെയുള്ള പാരച്യൂട്ടുകൾ സ്ഥാനം തെറ്റി വീണതിൻ്റെ ഫലമായി നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കടലിൽ വീണ പാരച്യൂട്ടുകൾ സാധനങ്ങൾ എടുക്കാനായിട്ട് കടലിലേക്ക് എടുത്ത് ചാടിയതിൻ്റെ പേരിൽ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗസയിലെ ഫലസ്തീനുകളുടെ ദയനീയമായൊരവസ്ഥയെ മുതലെടുത്തുകൊണ്ട് ശരിക്കും പരിഹസിക്കുകയാണ്. ഭക്ഷണം എറിഞ്ഞു കൊടുക്കുകയാണ് അവർക്ക്, വേണമെങ്കിൽ പിടിച്ചോന്നും പറഞ്ഞിട്ട്. അവരുടെ അതിർത്തികളിൽ ടൺ കണക്കിന് ഭക്ഷ്യവസ്തുക്കളും മറ്റുമാണ് കെട്ടിക്കിടക്കുന്നത്. സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെ മേൽ നിർബന്ധം ചെലുത്തി അതിർത്തി വാതിലുകൾ തുറന്ന് ഇതെല്ലാം അകത്തേക്ക് കടത്തി, ഗേറ്റുകൾ തുറന്ന് ഇതൊക്കെ അകത്തേക്ക് കടത്തി വിടാനായിട്ട് നിർബന്ധിക്കുന്നതിന് പകരമാണ് ഈ അപഹാസ്യമായ പ്രവൃത്തി അവർ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം, കരവഴിയല്ലാതെ കടൽ വഴി അത്യാവശ്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങളും മരുന്നുകളും മറ്റൊക്കെ ഗസയിലേക്ക് എത്തിക്കാനായിട്ട് ഒരു താൽക്കാലിക തുറമുഖം അമേരിക്ക അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും പ്രത്യക്ഷത്തിൽ വളരെ മനുഷ്യത്വപരമായ ഒരു സമീപനമായിട്ട് തോന്നിയേക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ആ തുറമുഖത്തിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അതല്ല. ഗസ യുദ്ധത്തിൽ തന്നെയുള്ളൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഗസയുടെ തീരത്തിലുള്ള പ്രകൃതി സമ്പത്താണ്, പ്രകൃതി വാതക സമ്പത്ത്. 1,00,000 കോടി ക്യൂബിക് അടി പ്രകൃതി വാതകം ആ തീരദേശത്തുണ്ട് എന്നാണ് പര്യവേക്ഷണങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മേൽ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് സയനിസ്റ്റ് ഭരണകൂടത്തിൻ്റെയും അതിനെ താങ്ങി നിർത്തുന്ന സാമ്രാജ്യത്വ ശക്തികളുടെ, അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെയൊക്കെ തന്നെ വലിയൊരു താല്പര്യം. അതിലേക്കുള്ളൊരു ചുവടുവയ്പ്പാണ് ഈ തുറമുഖ നിർമ്മാണം. യുദ്ധത്തിൻ്റെ മറവിൽ അതുണ്ടാക്കിയിരിക്കുന്ന ഭീകരമായിട്ടുള്ള അവസ്ഥയുടെ മറവിൽ മനുഷ്യത്വപൂർണ്ണമായൊരു പ്രവൃത്തി നടത്തുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് നാളെ നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന പ്രകൃതിവാതക ചൂഷണത്തിനുള്ള കളമൊരുക്കുക എന്നുള്ളതാണ്, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ദുരന്തങ്ങളെ, യുദ്ധങ്ങളെ എന്നീ എല്ലാ കാര്യങ്ങളെയും ഒരു വശത്ത് അതിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ തന്നെ നിലവിളിക്കുകയും അതിനുവേണ്ടി പലതരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ, മറുവശത്ത് അതിൽ ഓരോന്നിലും എത്ര കോടി ലാഭമടിക്കാൻ കഴിയും, എത്ര അധികം വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു കണക്കൂട്ടലും അതിനു വേണ്ടിയുള്ള നീക്കങ്ങളുമാണ് എന്നും സാമ്രാജ്യത്വ ശക്തികളും മറ്റു ചൂഷക ശക്തികളും ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ 6 മാസമായിട്ടിങ്ങനെ ഈ ഭീകരമായിട്ടുള്ള സയനിസ്റ്റുകളുടെ നരഹത്യ നടക്കുമ്പോൾ
അറബ് ഭരണകൂടങ്ങൾ എന്താണ് ചെയ്യുന്നത്? യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ കുറേ ബഹളമൊക്കെ നമ്മൾ കണ്ടു. അവർ ഉച്ചകൂടി വിളിച്ചു കൂട്ടി പ്രതിഷേധിച്ച് പ്രമേയം പാസ്സാക്കി, അങ്ങനെ ചെയ്തു, പലതും ചെയ്തു. മാത്രമല്ല, ഈ പറയുന്ന അവശ്യ വസ്തുക്കൾ ഗസയിലേക്ക് കടത്താൻ സമ്മതിച്ചില്ലെങ്കിൽ ബലമായിട്ട് അതിനെ കടത്തി കൊണ്ടുപോകും എന്നൊക്കെ അവകാശപ്പെടുകയും ചെയ്തു, പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. അറബ് രാജ്യങ്ങളിലൊക്കെ ശക്തമായ ജനകീയ വികാരം ഉണ്ട്, സയനിസ്റ്റുകൾക്കെതിരെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഭരണകൂടങ്ങൾ ആ രീതിയിൽ ഒരു അർത്ഥവത്തായ ഒരു ചുവട് വച്ചിട്ട് പോലുമില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യക്ഷത്തിൽ കടുത്ത നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുന്ന രാജ്യങ്ങൾ, ഉദാഹരണത്തിന് തുർക്കിയ അവരുടെ അംബാസഡറിനെ പിൻവലിച്ചു ഇസ്രായേലിൽ നിന്ന്. പക്ഷേ ഇതേ തുർക്കിയ തന്നെ എർദോഗാൻ്റെ ഭരണത്തിന് കീഴിൽ എർദോഗാനെ പിന്തുണയ്ക്കുന്ന വ്യവസായികളുടെ സഖ്യത്തിലൂടെ ഇസ്രായേലിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ ചരക്കുകളാണ് കടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ യുദ്ധാവശ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഉരുക്ക്, സിമൻറ്റ് പോലുള്ള പല പല കാര്യങ്ങളും തുർക്കിയയിൽ നിന്നോട്ടാണ് കയറിപ്പോകുന്നത്. ഇപ്പുറത്ത് യമനി ശക്തികൾ ഇസ്രായേലിലേക്കുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആക്രമണം നടത്തി അതിനെ മൊത്തം ഏറെക്കുറെ മുടക്കിയിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് അതുവഴി അല്ലാതെ ഇസ്രായേലിലേക്ക് ചരക്കുകളും മറ്റുമൊക്കെ തുർക്കിയ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം, പ്രത്യേകിച്ച് ഈ വർഷം ജനുവരിയിൽ $350 ലക്ഷം, ഫെബ്രുവരിയിൽ $390 ലക്ഷം ഈ മൂല്യത്തിനുള്ള കയറ്റുമതിയാണ് തുർക്കിയിൽ നിന്ന് സയനിസ്റ്റ് ഇസ്രായേലിലേക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഉരുക്ക്, സിമൻറ്റ്, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട്. ഇതവർ മാത്രമല്ല, PFLP കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പുറപ്പെടുവിച്ചൊരു പ്രസ്താവനയിൽ സൗദി അറേബ്യ, UAE പോലുള്ള പല അറബ് രാജ്യങ്ങളും ഇപ്പോഴും ഇസ്രായേലുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങൾ നിലനിർത്തുന്നതും ജോർഡാൻ വഴി ചരക്കുകൾ അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകുന്നതും മറ്റൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ച് വിമർശിക്കുകയും അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിലെ ദല്ലാൾ ഭരണകൂടങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു വശത്ത് അറബ് ഐക്യദാർഢ്യത്തെക്കുറിച്ചും മറ്റൊക്കെ പ്രസംഗിക്കുമെങ്കിലും മുസ്ലിം ജനതയുടെ താല്പര്യങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെയും താല്പര്യം ഇപ്പോഴും എങ്ങനെയാണ് ഈ അവസരം മുതലെടുത്ത് പരമാവധി ലാഭം അടിക്കാൻ കഴിയുക, ആ ദിശയിലുള്ള കാര്യങ്ങളാണ് അവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണകൂടങ്ങളെ അല്ല ആശ്രയിക്കേണ്ടത്, ചൂഷക ഭരണകൂടങ്ങളെ അല്ല ഒരിക്കലും നമ്മൾ ആശ്രയിക്കേണ്ടത്, മറിച്ച് കൃത്യമായിട്ടും ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ പിൻബലത്തിൽ മാത്രമാണ് എന്തെങ്കിലും നേടിയെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് ഈ അനുഭവങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ഒരു വൻശക്തിയാകും, ഇപ്പോൾ തന്നെ ലോക സമ്പദ്ഘടനകളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് നരേന്ദ്രമോദിയും കൂട്ടരും പതിവായിട്ട് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു കാട്ടുന്ന കുറേ വസ്തുതകളൊക്കെ ഈ സമീപകാലത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ചിലത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് ഇപ്പോൾ സംസാരിക്കാറുള്ളത്. ഇന്ത്യൻ സമ്പദ്ഘടന യഥാർത്ഥത്തിൽ അതിൻ്റെ വളർച്ചയും തളർച്ചയും എല്ലാം തന്നെ വിദേശ സമ്പദ്ഘടനകളായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ സമ്പദ്ഘടനകളുടെ വളർച്ചയും തളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണ് സംഭവിക്കുന്നത് എന്ന് ഇന്ന് വിമർശനാത്മകമായി ഈ പ്രശ്നത്തിനെ സമീപിച്ചിട്ടുള്ള ഇടതുപക്ഷ ചിന്തകർ മാത്രമല്ല, ഇവിടുത്തെ ഭരണവർഗങ്ങളുടെ പക്ഷം പിടിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള മാധ്യമങ്ങൾ തന്നെ വരെ ഇന്ന് തുറന്ന് സമ്മതിക്കാൻ നിർബന്ധിതമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ലേഖനങ്ങളൊക്കെ തന്നെ ഉദാഹരണത്തിന് ഇന്ത്യൻ എക്സ്പ്രസ്സിനും എക്കണോമിക് ടൈംസിലൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ യാഥാർത്ഥ്യം, അതായത് അവിടുത്തെ സാമ്രാജ്യത്വ രാജ്യങ്ങളിലെ വളർച്ചയും തളർച്ചയുമാണ് ഇവിടുത്തെ വളർച്ചയും തളർച്ചയും നിശ്ചയിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളുടെ സമ്പദ്ഘടന, ഇന്ത്യയുടെ സമ്പദ്ഘടന സ്വതന്ത്രമാണ്, ഇന്ത്യ സ്വതന്ത്ര രാജ്യമാണ്,
എന്നൊക്കെയുള്ള അവകാശവാദം അടിസ്ഥാനപരമായിട്ടും എത്രമാത്രം പൊള്ളയാണ് എന്നാണ് തുറന്നു കാട്ടുന്നത്. ഇങ്ങനെയുള്ളൊരു അവസ്ഥ, അതായത് വിദേശ രാജ്യങ്ങളുടെ സമ്പദ്ഘടനയുടെ വളർച്ചയും തളർച്ചയും അനുസരിച്ചിട്ട് നമ്മളുടെ ഇവിടുത്തെ ഏറുകയോ കുറയുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായ കാര്യം ആഭ്യന്തരമായിട്ടുള്ള വളർച്ച വേണ്ട രീതിയിൽ വേണ്ട വേഗതയിൽ വിസ്തൃതിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അവസ്ഥ നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയായാലും കൊള്ളാം, പുതിയ വാഹനങ്ങളുടെ വിപണി ആയാലും കൊള്ളാം, ഉപഭോഗചരക്കുകളുടെ വിപണി ആയാലും കൊള്ളാം, എല്ലാം തളർച്ചയിലാണ്. ഈ സമ്പദ്ഘടനയുടെ യഥാർത്ഥ അവസ്ഥ, കാരണം സമ്പദ്ഘടന ഊർജ്ജസ്വലമായിട്ട് വളരുകയാണെങ്കിൽ, ആഭ്യന്തരമായിട്ടുള്ള വികാസം ഉണ്ടാവുകയാണെങ്കിൽ ആഭ്യന്തരമായിട്ടുള്ള ആവശ്യം സ്വാഭാവികമായിട്ട് വർദ്ധിക്കും, കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കും, ഇതൊക്കെ ആയിരിക്കുമല്ലോ സംഭവിക്കുക. അപ്പോൾ യഥാർത്ഥ അവസ്ഥ ഇതല്ല എന്നുള്ളതിൻ്റെ കണക്കുകളൊന്നും പരിശോധിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു എളുപ്പവിദ്യയാണ് ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്ത റഷ്യയിലേക്കും മറ്റുമൊക്കെ തന്നെ പണി അന്വേഷിച്ച് പോയ ചെറുപ്പക്കാരുടെ കഷ്ടകാലം. സെക്യൂരിറ്റി ഗാർഡും മറ്റുമൊക്കെ ആയിട്ടാണ് അവരെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് ലക്ഷങ്ങൾ മുടക്കിയതിന് ശേഷം. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ നിർബന്ധപൂർവ്വം റഷ്യൻ പട്ടാളത്തിൻ്റെ പല സേവനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത്. യുദ്ധരംഗത്ത് വെടികൊണ്ട് ചില ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ചില ആൾക്കാർ മുറിവേറ്റിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ഇന്ത്യൻ ജനങ്ങളെ, തൊഴിലാളികളെ ഏതെങ്കിലും വിദേശ സൈന്യത്തിൻ്റെ ഇത്തരത്തിലുള്ള പണികൾ ചെയ്യാനായിട്ട് നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇറാഖ് യുദ്ധകാലത്തും അമേരിക്കൻ സൈന്യത്തിന് വേണ്ടി ഇങ്ങനെ പണിയെടുത്തിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അമേരിക്കൻ പട്ടാളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കാണിക്കുന്ന എന്താണ്? എങ്ങനെയെങ്കിലും കരകയറാനായിട്ട്, എന്ത് അപകടവും തരണം ചെയ്യാനായിട്ട്, എന്ത് അപകടവും നേരിടാനായിട്ട് നമ്മളുടെ യുവജനങ്ങൾ നിർബന്ധിതമായിരുന്നൊരവസ്ഥയാണത് കാണിക്കുന്നത്. കാരണം ഇവിടെ അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല. ആ തൊഴിലില്ലായ്മയുടെ രൂക്ഷമായൊരവസ്ഥ 2024 ഈ വർഷം അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. യുവജനങ്ങളിൽ 65% തൊഴിൽ രഹിതരായിട്ടാണ് അത് പറയുന്നത്. ഇത് വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് വരെ എത്തിയതിന് ശേഷം തൊഴിൽ കിട്ടാത്ത ആൾക്കാർ, അതിൽ അവരുടെ നിരക്കിൻ്റെ വർധനവ് പൊതുവിലുള്ള തൊഴിലില്ലായ്മ നിരക്കിൻ്റെ വർധനവിനേക്കാളും 6 ഇരട്ടിയാണ്. ഡിഗ്രി ഉള്ള ആൾക്കാരുടെ കാര്യത്തിൽ അത് 9 ഇരട്ടിയാണ്. മാത്രമല്ല ഔപചാരിക തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ സ്ഥിരം തൊഴിലാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുക, വലിയ വലിയ ഫാക്ടറികൾ. അപ്പോൾ ഇങ്ങനെ ഔപചാരിക തൊഴിൽ മേഖലയിൽ പകുതിയും ഇന്നിപ്പോൾ ഉള്ളത് അനൗപചാരിക തൊഴിലുകളാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ തൊഴിൽ രംഗം. ഇവിടുത്തെ വലിയ വികാസമുണ്ടായി വളർച്ചയുണ്ടായി എന്ന് അവകാശപ്പെടുമ്പോൾ തൊഴിൽ രംഗത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ്. അപ്പോൾ അത്തരമൊരവസ്ഥയിൽ എങ്ങനെയെങ്കിലും കരകയറാനായിട്ട്, ഇപ്പോൾ ഇസ്രായേലിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്, യുദ്ധരംഗത്ത് പലരും എത്തിപ്പെടുന്നുണ്ടായിരിക്കാം. വടക്കൻ പലസ്തീനിൽ ഇസ്രായേൽ കൈയടക്കി, സയനിസ്റ്റുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന പലസ്തീൻ്റെ വടക്കൻ പ്രദേശങ്ങളിലെ ബോംബാക്രമണത്തിൽ ഏതോ മലയാളി കൊല്ലപ്പെട്ട വാർത്ത കുറച്ച് ദിവസം മുമ്പ് വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ വർഷം തോറും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് നിയമവിരുദ്ധമായിട്ട് അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കൊക്കെ കുടിയേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമവിരുദ്ധമായിട്ട് ഈ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നവരിൽ ഒരു പ്രമുഖ പങ്ക് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ അവസ്ഥ. തൊഴിലുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ അവർ അവകാശപ്പെടുമ്പോൾ അവസ്ഥ ഇതാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്വയാശ്രയത്വത്തിൻ്റെ കാര്യം നോക്കുക. ഇന്ത്യയെ സ്വയാശ്രിതമാക്കുകയാണെന്നാണ് മോഡി അവകാശപ്പെടുന്നത്. അതിനിപ്പോൾ ഒരു പുതിയ വാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ആത്മനിർഭർ എന്ന് പറഞ്ഞു. അതിൻ്റെ ചില അവകാശവാദങ്ങൾ ഈ അടുത്തിടയ്ക്ക് വരികയുണ്ടായി. ഉദാഹരണത്തിന് ഇവിടെ വിൽക്കുന്ന മൊബൈൽ ഫോണുകളിൽ 90% ഇന്ന് ഇന്ത്യയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതായിരുന്നില്ല അവസ്ഥ, ഒക്കെ ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ അത് മാറി 90% ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ഈ 90% ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്ന മൊബൈൽ ഫോണുകൾ വാസ്തവത്തിൽ അതിൻ്റെ സാമഗ്രികൾ, മൊബൈൽ ഫോൺ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികളെല്ലാം തന്നെ പുറമേ നിന്ന്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയും അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഫോണാക്കിയിട്ട് വിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് ഇവിടുത്തെ ഉൽപ്പാദനം എന്ന് പറയുന്നത്. അതാകട്ടെ ആരുടെ ഫോണുകളാണ് ഇറങ്ങുന്നത്? ഒരു 10-15 വർഷം മുമ്പ് ചില ഇന്ത്യൻ ബ്രാൻഡുകളൊക്കെ രംഗത്തുണ്ടായിരുന്നു, മൈക്രോമാക്സ് പോലെ. ഇന്ന് അതിൻ്റെ പൊടി പോലും കാണാനില്ല. മറിച്ച് ഷവോമി, സാംസങ്, റിയൽമി ഇങ്ങനെയുള്ള ചൈനീസോ അല്ലെങ്കിൽ ജാപ്പനീസോ കൊറിയനോ ഒക്കെ ആയിട്ടുള്ള ബ്രാൻഡുകളാണ് ഇപ്പോൾ ഇവിടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ ഈ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇന്ത്യയിൽ നിർമ്മിതമെന്ന് പറഞ്ഞ് ഇറക്കുന്നത്. അപ്പോൾ അതല്ല, അതിൻ്റെ അപ്പുറം കടന്ന് മൊബൈൽ ഫോണിൽ ഏറ്റവും നിർണായകമായിട്ട് ആവശ്യമായിട്ടുള്ള ചിപ്പുകൾ ഇനി ഇവിടെ നിർമ്മിക്കാൻ പോകണു എന്നൊരു അവകാശവാദം, അതിനു വേണ്ടി പുതിയ ഫാക്ടറി തുടങ്ങി എന്നുള്ള വാർത്തകൾ വരികയുണ്ട്. ഒരു ഫാക്ടറി തുടങ്ങിയിരിക്കുന്ന ടാറ്റയാണ്, മറ്റൊന്ന് മുരുകപ്പ എന്ന് പറയുന്ന ഒരു തമിഴ് കുത്തക. അപ്പോൾ ടാറ്റയുടെ ചിപ്പ് നിർമ്മാണ ഫാക്ടറിക്ക് സാങ്കേതിക സഹായം എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്? ലോകത്തിലെ തന്നെ ഇത്തരത്തിൽ ചിപ്പ് നിർമ്മാണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന തായ്വാനിലെ TSMC കമ്പനിയിൽ നിന്ന്. മുരുകപ്പയ്ക്ക് അത് കിട്ടിയിരിക്കുന്നതോ ജപ്പാനിലെ റെനസസ് എന്ന് പറയുന്ന ബഹുരാഷ്ട്ര കുത്തകയിൽ. അപ്പോൾ ഈ ചിപ്പ് നിർമ്മാണ രംഗം എന്ന് പറയുമ്പോൾ തായ്വാൻ എന്ന് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ തായ്വാൻ ഇപ്പോൾ സാമ്രാജ്യ രാജ്യത്തിൻ്റെ അവസ്ഥയിലെത്തിയൊന്നും അങ്ങനെയൊന്നുമല്ല. ഈ TSMC എന്ന് പറയുന്നത് വെറും ഒരു നിർമ്മാണ കമ്പനി മാത്രമാണ്. അതിൻ്റെ സാങ്കേതിക വിദ്യ ഒട്ടുമിക്കവാറും നിയന്ത്രിക്കുന്ന, ആ രംഗത്തിൻ്റെ സാങ്കേതിക വിദ്യ ഒട്ടുമിക്കവാറും നിയന്ത്രിക്കുന്നത് ബ്രിട്ടനിലുള്ള ARM എന്ന് പറയുന്നൊരു കുത്തകയാണ്. അതിനാവശ്യമായിട്ടുള്ള ഉപകരണത്തിൻ്റെ പ്രധാന ഉൽപ്പാദനം നടത്തുന്നത് ഫിലിപ്സാണ്. അവരുടെ ഫിലിപ്സിൻ്റെ ASML എന്ന് പറയുന്ന കമ്പനി. അത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ സൃഷ്ടിക്കുന്നത് അമേരിക്കൻ കമ്പനികളായിട്ടുള്ള സിനോപ്സിസ്, കാഡൻസ് ആണ്. ചിപ്പ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സിലിക്കൺ വേഫറുകൾ നിർമ്മിക്കുന്നത് ജപ്പാൻ്റെ ഷിൻ എറ്റ്സു എന്ന് പറയുന്ന ബഹുരാഷ്ട്ര കുത്തകയാണ്. എന്ന് പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട സാങ്കേതിക വിദ്യയുടെ എല്ലാ മേഖലകളും സാമ്രാജ്യത്വ ബഹുരാഷ്ട്ര കുത്തകളുടെ നിയന്ത്രണത്തിലാണ്. ഇതെല്ലാം അവരുടെ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് അതുപയോഗിച്ച് ഈ ചിപ്പ് നിർമ്മിക്കാനായിട്ടാണ് തൈവാൻ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്ന തൈവാൻ കമ്പനിയുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ കമ്പനി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്വാശ്രയത്വ സ്വഭാവം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓരോ വർഷവും 40,000-ലേറെ PhD-കാരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിൽ പാസ്സായി വരുന്നത്. 100 കണക്കിന് ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ശേഷികൾ ഇപ്പോൾ ISROൻ്റെ പല വിക്ഷേപങ്ങളിൽ നമ്മൾ കണ്ടതാണ്. മാർസിലേക്കും അതുപോലെ തന്നെ ശുക്രനിലേക്കും അതുപോലെ തന്നെ ഇപ്പോൾ ചന്ദ്രനിലേക്കൊക്കെ നടന്നിരിക്കുന്ന ദൗത്യങ്ങളിൽ നിന്ന്. അപ്പോൾ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ശേഷിയുള്ള ആൾക്കാർ ഇവിടെ നിലനിൽക്കെ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം PhD-കാരും ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുക? പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരവസ്ഥ? അത് മനസ്സിലാക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ GDP-യുടെ വെറും 1% പോലും അല്ല ഗവേഷണത്തിന് വേണ്ടി ഇന്ത്യയിൽ ചിലവാക്കുന്നത്, സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും എല്ലാം ചേർന്നിട്ട്. ചൈനയിൽ അത് 2.4%, ദക്ഷിണ കൊറിയയിൽ 4.8%, അമേരിക്കയിൽ 3.5%. അപ്പോൾ ഇവിടെയുള്ള ദല്ലാൾ കുത്തകകളും അതുപോലെ തന്നെ ഇവിടെയുള്ള സർക്കാർ സ്ഥാപനങ്ങളും ഈ പറയുന്ന എല്ലാ ശേഷി ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് അത് ഈ രീതിയിൽ പുതിയ ഗവേഷണങ്ങൾക്ക് വേണ്ടി മുതൽ മുടക്കാത്തത്? കാരണം വ്യക്തമാണ്, അവരുടെ ദല്ലാൾ സ്വഭാവം. ആ ദല്ലാൾ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ അതിന് ഒരുങ്ങാതിരിക്കുന്നത്. അപ്പോൾ ഈ ദല്ലാൾ സ്വഭാവത്തിൽ പക്ഷേ അതേസമയം തന്നെ അതിൽ സമ്പന്നർ സമ്പാദിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അല്ലലില്ല. ഇപ്പോൾ വീണ്ടും പുതുതായിട്ട് വന്നിരിക്കുന്നൊരു കണക്ക് വെച്ച് 2022-23 മൊത്തം രാജ്യത്തിൻ്റെ ഏറ്റവും സമ്പന്നരായിട്ടുള്ളവരിൽ 1%, ദേശീയ വരുമാനത്തിൻ്റെ 23%, സമ്പത്തിൽ 40%. 1961 മുതൽ 2023 ഇത് 3 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും
ആഗോളവൽക്കരണമൊക്കെ നടപ്പാക്കാൻ തുടങ്ങി 1991 ശേഷം. ലോകതലത്തിൽ ഏറ്റവും അധികം അസമാനതയുള്ള രാജ്യമാണ് ഇന്ത്യ. താഴെ തട്ടിലുള്ള 50%-ന് 1951 ദേശീയ സമ്പത്തിൻ്റെ 20% ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ 1/5. അത് 2022 ആയപ്പോഴത്തേക്കും 15% കുറഞ്ഞു. ഇടനിലയിൽ വരുന്ന ആൾക്കാരുടെ പങ്ക് 51-ൽ 43%, ഏകദേശം 43% ആയിരുന്നത് 2022-ൽ 27% കുറഞ്ഞു, 27.3%. അതേസമയം മേലെ അറ്റത്തുള്ള 10%-ത്തെ സംബന്ധിച്ചിടത്തോളം 1951-ൽ ഏതാണ്ട് 37% മാത്രമായിരുന്നു അവർക്ക് പങ്കുണ്ടായിരുന്നത് മൊത്തം സമ്പത്തിൻ്റെ. എന്നാൽ 2022 ആയപ്പോഴത്തേക്കും അത് 57.7, ഏതാണ്ട് 58% പകുതിയിലധികമായിട്ട് കൂടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഈ വർഷങ്ങളിലൂടെ കോൺഗ്രസിൻ്റെയും UPA-യുടെയും മറ്റവരുടെയും മറിച്ചവരുടെ അങ്ങനെ പല പല ഭരണങ്ങൾ അവസാനം ഇപ്പോൾ സംഘീഭരണത്തിൻ്റെ 10 വർഷവും കഴിയുമ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. അസമാനതകൾ തീവ്രമായിക്കൊണ്ടിരിക്കുന്നു, ദരിദ്രർ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു. രാജ്യമാകട്ടെ ലോക സമ്പദ്ഘടനയിൽ ഏറ്റവും വലിയ സ്ഥാനത്തേക്ക്, 3-ാം സ്ഥാനത്തേക്കും മറ്റൊക്കെ എത്താൻ പോവുകയാണ്. എത്തും, കണക്ക് വെച്ച് നോക്കുമ്പോൾ എത്തിയിട്ടുണ്ടാവും. പക്ഷേ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതാവസ്ഥ അങ്ങേയറ്റം ദുരിതപൂർണ്ണമായിട്ട് തുടരും, കൂടുതൽ ദുരിതപൂർണ്ണമാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ GDP കണക്ക് അല്ലെങ്കിൽ മൊത്തം സമ്പദ്ഘടനയുടെ കണക്ക് അല്ല നമ്മൾ നോക്കേണ്ടത്, യഥാർത്ഥത്തിൽ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൻ്റെ ഞെട്ടിക്കുന്നൊരു കണക്ക് എന്ന് പറയുന്നത് ലോക ആരോഗ്യത്തെക്കുറിച്ചും ആരോഗ്യാവസ്ഥയെക്കുറിച്ചും മറ്റൊക്കെ പഠനം നടത്തുന്ന സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിൽ 74% ജനങ്ങൾക്ക് ആവശ്യമായ പോഷകാഹാരം ലഭിക്കുന്നില്ല. 74% എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ 1/4 പങ്കിനും ആവശ്യമായിട്ടുള്ള പോഷകാഹാരം ലഭിക്കുന്നില്ല. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ. ഈ അവസ്ഥയെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ഇവിടുത്തെ മോഡി ഭരണവും അതിനു മുമ്പുള്ള ഭരണങ്ങളൊക്കെ തന്നെ എന്ത് ദ്രോഹമാണ് ജനങ്ങളോട് ചെയ്തത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും.